നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നല്ല ഒരു പ്രഭാതം എല്ലാ പ്രേക്ഷകർക്കും നേരുകയാണ്. ഇന്ന് പ്രധാനമായി ഇന്ന് സംസ്ഥാനത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് സ്വകാര്യ ബസ് പണിമുടക്കാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. യാത്രയ്ക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ തേടേണ്ടി വരും. എന്തായാലും മറ്റു പ്രധാന വാർത്തകളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുകൊണ്ട് ആദ്യം പ്രധാനപ്പെട്ട 5 വാർത്തകൾ നോക്കാം. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ കലഹം തുടരുന്നു. VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KS അനിൽകുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഗവർണറുടെ നീക്കം. സിൻഡിക്കേറ്റിനെതിരെയും നടപടി വന്നേക്കും. വിവിധ സർവകലാശാലകളിലേക്ക് ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ച്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്നുണ്ടാകും. കോന്നി ചെങ്കളം പാറമട അപകടത്തിൽ കാണാതായ ജാർഖണ്ഡ് സ്വദേശിക്കായി തെരച്ചിൽ തുടരുന്നു. ദൗത്യത്തിന് NDRF സംഘവും. കൂടുതൽ പാറകൾ അടർന്നു വീഴുന്നത് ദൗത്യത്തിന് വെല്ലുവിളി. ക്വാറി അനുമതി പരിശോധിക്കാൻ ജിയോളജി വകുപ്പിന് നിർദ്ദേശം. സംസ്ഥാനത്ത് നിന്ന് സ്വകാര്യ ബസ് പണിമുടക്കുന്നത് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ. സമരം വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ വർധന ഉൾപ്പെടെയുള്ളവ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. അമേരിക്കയിലെ ടെക്സസ് മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു. കെയർ കൗണ്ടിയിൽ മാത്രം മരിച്ചത് 84 പേർ. കൂടുതൽ മേഘവിസ്ഫോടനത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ദുരിത ബാധിത മേഖലകൾ സന്ദർശിക്കും. ഫിഫ ക്ലബ് ലോകകപ്പ് ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ചെൽസി ഫ്ലുമിനൻസിനെ നേരിടും. രാത്രി 12:30 മുതലാണ് മത്സരം. വാർത്തകളൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. കാരണം കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആണ് രാവിലെ തന്നെ ചൂടുപിടിച്ച തരത്തിലേക്ക് ഇനി പോകുന്നത്. അതായത് ഒരു 10 മണി കഴിഞ്ഞാൽ ഇനി ചൂടുപിടിക്കുന്ന വാർത്തകൾ അത് തന്നെയാണ്. എന്തായാലും കേരള സർവകലാശാലയിലെ പോര് തുടരുകയാണ്. VCയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ KS അനിൽകുമാറിനെ നീക്കാൻ സാധ്യത. സിൻഡിക്കേറ്റിനെതിരെയും നടപടി വന്നേക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, എന്തായാലും ഈ കേരള സർവകലാശാലയിൽ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണല്ലോ. VC ഒരു തലത്ത്, അതോടൊപ്പം തന്നെ ഗവർണർ വേറൊരു തലത്തിൽ നിൽക്കുന്നു. എന്തായാലും അനിൽകുമാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഏതെങ്കിലും തരത്തിൽ. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഈ സിൻഡിക്കേറ്റ് എടുത്ത നിലപാടിനെ മറികടക്കാൻ ആർക്കാണ് കഴിയുക? നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും അനിൽകുമാറിൻ്റെ ആ വിവരണത്തിൽ ഒരു നിലപാടും ഹൈക്കോടതി അറിയിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്? ഇന്ന് എന്തെങ്കിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ ഇതിൽ? രാജേഷ്, യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പവർ ഉള്ളത് സിൻഡിക്കേറ്റിന് തന്നെയാണ്. അതിനാൽ തന്നെ സിൻഡിക്കേറ്റ് എന്ത് തീരുമാനമെടുത്തിരിക്കുന്നോ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്നാൽ അതിനു മുകളിലാണ് ചാൻസലർ, വൈസ് ചാൻസലർ അല്ല, ചാൻസലറുടെ ഒരു നടപടി ഉണ്ടാവുക. ചാൻസലർക്കാണ് യൂണിവേഴ്സിറ്റികളുടെ എല്ലാ ചുമതലകളും ഉള്ള വ്യക്തി എന്നതിനാൽ തന്നെ ചാൻസലർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. നമുക്കറിയാം, ഡോക്ടർ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിന്, സസ്പെൻഡ് ചെയ്തതിന് ശേഷം തുടർന്നാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇങ്ങ് അറ്റത്ത് രജിസ്ട്രാറുമായുള്ള ഏറ്റുമുട്ടൽ, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കുകയാണെങ്കിൽ ഗവർണർ കൂടിയായിട്ടുള്ള, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. നിലവിൽ ചാൻസലറുടെ പദവിയുള്ള, വൈസ് ചാൻസലറുടെ പദവിയുള്ള സിസ തോമസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനിൽകുമാറിനെതിരെ ഇന്ന് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. കാരണം ഡോക്ടർ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇദ്ദേഹം കോടതിയിലേക്ക് പോവുകയും, എന്നാൽ സിൻഡിക്കേറ്റ് ഇത് പിൻവലിച്ചതിനെ തുടർന്ന് അദ്ദേഹം തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതേസമയത്ത് തന്നെ വൈസ് ചാൻസലർ പുതിയ രജിസ്ട്രാറെ നിയമിക്കുകയും ചെയ്തിരുന്നു. മിനി കാപ്പ് എന്ന് പറയുന്ന പുതിയ രജിസ്ട്രാറെ നിയമിക്കും. ഇപ്പോൾ നിലവിൽ 2 രജിസ്ട്രാർമാരാണ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ളത്.
ആ രണ്ടുപേരെയും നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. സിൻഡിക്കേറ്റ് പറയുന്നത് സിൻഡിക്കേറ്റിന്റെ അനുമതിയോടുകൂടിയുള്ളത് ഡോക്ടർ കെ.എസ്. അനിൽകുമാറാണെന്നും അതേസമയത്ത് തന്നെ വൈസ് ചാൻസലർ പറയുന്നത് വൈസ് ചാൻസലർ നിയമിച്ചിരിക്കുന്നത് മിനി കാപ്പനെ ആണ് എന്നുമാണ്. ഈ രണ്ടുപേരും ഇപ്പോഴും പദവികളിൽ തുടരുന്നു എന്നത് തന്നെയാണ് വളരെ അപൂർവമായ കാര്യമാണ്. പദവികളിൽ തുടരുന്നു എന്ന് തന്നെയാണ്. അതിനാൽ തന്നെ നിലവിൽ വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് റിപ്പോർട്ട് ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ നടപടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ രജിസ്ട്രാർ സസ്പെൻഷനിലായിട്ടുള്ള രജിസ്ട്രാർ ഇപ്പോൾ ജോലിയിൽ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയായിരിക്കും ഉണ്ടാവുക. എന്തായിരിക്കും ഇക്കാര്യത്തിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിക്കുക എന്നതാണ് ഇന്ന് അറിയേണ്ടത്. പ്രധാനമായും രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകും, അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് ഏത് തരത്തിലായിരിക്കും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിൻഡിക്കേറ്റ് എടുക്കുക എന്നതാണ്. കാരണം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അടക്കമുള്ളവരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റിനാണ് പൂർണ്ണ അധികാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുകളിൽ അധികാരമുള്ളത് ഗവർണർക്കാണ്, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കാണ്. അപ്പോൾ ഗവർണർ എടുക്കുന്ന നടപടിയോട് സിൻഡിക്കേറ്റ് എന്തായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ മുതൽ തന്നെ സസ്പെൻഷൻ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർ കെ.എസ്. അനിൽകുമാർ കോടതിയെ സമീപിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ ഒരുപക്ഷെ സിൻഡിക്കേറ്റിനെതിരെയും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വൈസ് ചാൻസലറായിട്ടുള്ള സിസ തോമസ് റദ്ദാക്കിയ സിൻഡിക്കേറ്റ്. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഗവർണർ ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കുകയാണ്. രണ്ട് വിഷയങ്ങളാണ്. രജിസ്ട്രാറെ നീക്കാൻ ആലോചനയുണ്ട്, സിൻഡിക്കേറ്റിനെതിരെയും നടപടിയെടുക്കും. വിശദാംശങ്ങളാണ് രജിത്ത് നൽകിയത്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയതിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക VCമാരെ നിയമിക്കണമെന്നാണ് നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഇതിനെതിരെയാണ് ഗവർണർ അപ്പീൽ നൽകിയത്. ജസ്റ്റിസുമാരായ അനിൽ കെ. നരേന്ദ്രൻ, VP ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുക. ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോന്നിയിൽ പാറ ഇടിഞ്ഞ് വീണുണ്ടായ അപകടം. അതിലൊരാൾ മരിച്ചു. ഒരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ്. പാറമടയിൽ ഹിറ്റാച്ചിക്ക് മേലാണ് ഈ പാറ ഇടിഞ്ഞ് വീണുണ്ടായത്. അതിലാണ് രണ്ടുപേരെ കാണാതായത്. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ജാർഖണ്ഡ് സ്വദേശി അജയ് റായ്ക്കുള്ള തിരച്ചിലാണ് ഇന്നും തുടരുന്നത്. അപകടത്തിൽപ്പെട്ട ഒഡീഷ സ്വദേശി മഹാദേവ പ്രതാപിൻ്റെ മൃതദേഹം ഇന്നലെ പുറത്തെടുത്തിരുന്നു. പാറ വീണ്ടും ഇടിയുന്നതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരിക്കുന്നത്. വിവരങ്ങളുമായി കണ്ണൻ ദേവൻ ചേരുന്നു. കണ്ണൻ, രാവിലെ ഇനി എന്ത് നടപടിയിലേക്കാണ് പോകുന്നത്? NDRF ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്താനോ കാണാതായ ആളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തുടരും. മാത്രമല്ല, ഈ പ്രതിസന്ധി ആകുന്നത് വീണ്ടും പാറ ഇടിഞ്ഞു വീഴാനുള്ളൊരു സാധ്യതയാണല്ലോ. അതിനുശേഷം ഏതു തരത്തിലാണ് രക്ഷാദൗത്യം നടത്തേണ്ടത് എന്നതിനുള്ള ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് ഈ കണ്ടെത്തിയ ഒഡീഷ മഹാദേവന്റെ മൃതദേഹം ഇനി കണ്ടെത്താനുള്ളത് ബീഹാർ സ്വദേശിയുടെ അജയ് റായുടെ മൃതദേഹമാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഈ പാറ വീണ എക്സ്കവേറ്ററിന്റെ ഉള്ളിൽ ആയിരിക്കാം എന്നാണ് ഒരു അനുമാനം. ഈ എക്സ്കവേറ്ററിന്റെ മുകളിലേക്ക് വലിയ രീതിയിൽ പാറകഷ്ണങ്ങൾ വീണ് കിടപ്പുണ്ട്. ഇത് മാറ്റുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ഇന്നലെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ വലിയ രീതിയിൽ ഈ എക്സ്കവേറ്ററിലേക്ക് പാറ വീണിരുന്നു. ഇത് ഇത്തരത്തിൽ ഇങ്ങനെ പാറ വീഴുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഒരു എന്തായാലും കണ്ണദേവൻ, റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. എന്തായാലും കോന്നി പയ്യാമണ്ണിൽ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മേൽ പാറയിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രക്ഷാദൗത്യം ഇന്നും തുടരുന്നു. ഒരാൾക്കായി ഇന്നും രക്ഷാദൗത്യം NDRF ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് തിരച്ചിലിനായി ഇറങ്ങുന്നുണ്ട്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കുകയാണ്. സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സമരം വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്,
വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കൺസെഷനാണ് അവരുടെ പ്രധാന വിഷയം അല്ലേ? ഈ കൺസെഷൻ വർധനവും അവരുടെ അമിതമായി അവരെ കൂടുതൽ പെറ്റിയടിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സ്വകാര്യ ബസ് ഉടമകൾക്ക്. ഇക്കാര്യത്തിലൊരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണല്ലോ ഈ സംയുക്ത സമരസമിതിയുടെ ഒരു വിമർശനവും. ഏത് തരത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയും? സർക്കാർ ഇതിൽ ഇടപെടുന്നുണ്ടോ? അടുത്ത നിലപാടെന്താണ് ഈ സംയുക്ത സമരസമിതിയുടെ? രാജേഷ്, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ബസ് ഉടമകൾ നിരവധി തവണ ഗതാഗത വകുപ്പുമായും ഗതാഗത മന്ത്രിയുമായും ഒക്കെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ചകളിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 140 കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് അതേപോലെ തന്നെ പുതുക്കി നൽകണമെന്നുള്ളതാണ് ഇവരുടെ ഒരാവശ്യം. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധനവ് നടത്തണം, കൺസെഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കണം, ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ 3 ആഴ്ച മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിന് ഇവർ ട്രാൻസ്പോർട്ട് വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്നലെയാണ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ ചർച്ചയിൽ ഗതാഗത കമ്മീഷണർ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനുശേഷം 22-ാം തീയതി മുതൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. രാജേഷ്, യെസ്, എന്തായാലും ഈ സമവായത്തിലെത്തിയില്ലെങ്കിൽ ജനങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടിലാവും. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നാളെ ദേശീയ പണിമുടക്ക്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണം, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ എന്നിവയടക്കം 17 ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക്. 10 തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകും. വ്യവസായ സൗഹൃദ നയത്തിൻ്റെ പേരിൽ ഉടമകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് സാധ്യമാകുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നത്. കൂടാതെ എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുക എന്നിവയും ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. 10 വർഷമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. സംയുക്ത കിസാൻ മോർച്ചയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൻ്റെ ഭാഗമാകും. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച ടെക്സസിൽ മരണസംഖ്യ 100 കടന്നു. കെയർ കൗണ്ടിയിൽ മാത്രം 84 പേരാണ് മരിച്ചത്. രക്ഷാപ്രവർത്തനം 5-ാം ദിവസവും തുടരുകയാണ്. പെൺകുട്ടികളുടെ സമ്മർ ക്യാമ്പിലുണ്ടായിരുന്ന ജീവനക്കാരും കുട്ടികളും അടക്കം 27 പേർ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇനിയും 10ഓളം കുട്ടികളെ കണ്ടെത്താനുണ്ട്. ഒരു മാസം പെയ്യേണ്ട മഴ 3 മണിക്കൂറിൽ പെയ്തിറങ്ങിയതാണ് മിന്നൽ പ്രളയത്തിന് കാരണമെന്ന് US കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഹിൽ കൺട്രി മേഖലയിലെ നിരവധി കൗണ്ടികളെ ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച അവസാനം ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തുമുണ്ട് പ്രളയം. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മുംബൈ, ഗുജറാത്ത്, ഡെറാഡൂൺ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും വെള്ളക്കെട്ടിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഡൽഹിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഗുജറാത്തിൽ സുരേന്ദ്രനഗർ, മോർബി, ജമുനാനഗർ, ദേവ്ഭൂമി, ദ്വാരക, പോർബന്ദർ, രാജ്കോട്ട്, സബർകാന്ത് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിൽ LDFിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലാണ് ജനകീയ കൂട്ടായ്മ നടക്കുക. ആരോഗ്യ മേഖലയെ UDFും BJPയും ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് LDFിൻ്റെ വാദം. സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മന്ത്രി VN വാസവൻ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. അതേസമയം അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മകൾ നവമി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകുന്നേരം മന്ത്രി VN വാസവൻ നേരിട്ടെത്തി ചികിത്സാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും നവമിയും ബന്ധുക്കളുമായും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപകടം സംബന്ധിച്ച് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അപകടം നടന്ന കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് അടക്കമുള്ള പഴയ രേഖകളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാകും റിപ്പോർട്ട്. ഇതിനിടെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഡെന്റൽ കോളേജിനോട് ചേർന്ന സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്.
കല്ലുകൾ വീണ് റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. 2 കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. കാലപ്പഴക്കമുള്ള സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ മതിൽ മാറ്റി പണിയാൻ എത്തുമെന്ന് പറഞ്ഞുവെങ്കിലും മഴ കാരണം വന്നില്ലെന്ന് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. വിദേശ പര്യടനത്തിൻ്റെ ഭാഗമായി ബ്രസീൽ തലസ്ഥാനമായ ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉഭയകക്ഷി ചർച്ചയ്ക്കായി മോദി എത്തിയത്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ സ്റ്റേറ്റ് വിസിറ്റ് തലത്തിൽ ഉയർത്തിയായിരുന്നു ബ്രസീലിൻ്റെ ആദരം. 5 പതിറ്റാണ്ടിന് ശേഷമാണ് ബ്രസീലിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. പരമ്പരാഗത രീതിയിലുള്ള വരവേൽപ്പ് ഏറ്റുവാങ്ങിയ അദ്ദേഹം ബ്രസീലിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രസീൽ പ്രസിഡന്റുമായി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാളെ നമീബിയയും സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. നിലവിലെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ വിശദമായ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരും. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചാണ് സ്ഥിതി വിലയിരുത്തുന്നത്. തുടർ ചികിത്സകൾ എങ്ങനെയായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ശാരീരിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഡയാലിസിസ് തുടരുന്നത്. കേരളത്തിലെ ജലോത്സവകാലത്തിന് നാളെ ആലപ്പുഴ ചമ്പക്കുളത്ത് തുടക്കമാകും. ചരിത്ര പ്രാധാന്യമുള്ള രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ചമ്പക്കുളം മൂലം ജലോത്സവം ചമ്പക്കുളം മാറ്റിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായി ചെറുതും വലുതുമായ 11 വള്ളങ്ങളാണ് മത്സരത്തിൽ അണിനിരക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവുമായി മൂലംനാളിൽ ചെമ്പകശ്ശേരി രാജാവ് നടത്തിയ ജലഘോഷയാത്രയെ അനുസ്മരിച്ചാണ് ചമ്പക്കുളം വള്ളംകളി നടത്തുന്നത്. ആദ്യകാലത്ത് മൂലക്കാഴ്ച എന്നറിയപ്പെട്ടിരുന്ന ജലോത്സവത്തിന് 400ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്നു. ജലോത്സവത്തിന്റെ ആഘോഷ നാളുകളിലേക്ക് തുഴയെറിഞ്ഞാണ് ചരിത്ര പ്രാധാന്യമുള്ള ചമ്പക്കുളം വള്ളംകളി മൂലംനാളിൽ അരങ്ങേറുക. വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ഏറെക്കുറെ പൂർത്തീകരിച്ചു വരികയാണ്. പവലിയൻ നിർമ്മാണം 90% പൂർത്തീകരിച്ചു. ബാക്കിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച് നടന്നു വരികയാണ്. കേരളത്തിലെ പ്രമുഖരായ 5 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ 3 A ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ, 3 B ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ എന്നിങ്ങനെ 11 വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടനാട് MLA തോമസ് K തോമസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാനം കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിക്കും. നെഹ്റു ട്രോഫി ജലോത്സവം മുന്നിൽ കണ്ട ശക്തമായ പോരാട്ടത്തിനായി കായിക താരങ്ങൾ തുഴയെറിയുമ്പോൾ കായലിന്റെ ഓളപ്പരപ്പിൽ ജലരാജാക്കന്മാരുടെ തീ പാറുന്ന പോരാട്ടത്തിനാകും ചമ്പക്കുളം സാക്ഷിയാകുക. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനിയൊരു വൈകാരികമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് പോകുന്നത്. അതൊരു കഥയല്ല, അതൊരു വാർത്ത തന്നെയാണ്. കത്തെഴുതുന്നതും അതിന് മറുപടി ലഭിക്കുന്നതും ഒന്നും പുതുമയുള്ള കാര്യമല്ല. എന്നാൽ സ്വർഗത്തിലേക്ക് ഒരു കത്ത്, അതും ഒരു മകൾ അച്ഛൻ എഴുതുന്നത്, അതിലൊരു പുതുമയുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി പനങ്ങാട് AUP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ശ്രീനന്ദയാണ് തങ്ങളെ വിട്ടുപോയ അച്ഛന് സ്വർഗത്തിലേക്ക് കത്തെഴുതിയത്. കത്തിന് അച്ഛൻ്റെ മറുപടി കൂടി വന്നതോടെ വലിയ സന്തോഷത്തിലാണ് ശ്രീനന്ദ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സ്വർഗത്തിലേക്കുള്ള കത്ത്. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്. അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള കത്താണിത്. അച്ഛൻ ഇപ്പോൾ സുഖമാണോ? അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാണ് അച്ഛൻ തിരികെ വരിക? ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. ശ്രീനന്ദ സ്വർഗത്തിലേക്ക് അച്ഛൻ എഴുതിയ കത്ത് കണ്ണുകൾ നിറയാതെ ആർക്കും വായിച്ചു തീർക്കാനാകില്ല. അച്ഛനെ സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു മകളുടെ വേദനയാണ് കത്തിലെ ഓരോ വരികളും. സ്കൂളിൽ കത്തെഴുതൽ എന്ന് പറഞ്ഞൊരു മത്സരം ഉണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന അച്ഛനെയാണ്. അപ്പം അങ്ങോട്ടൊരു കത്ത് എഴുതാന്ന് വിചാരിച്ചു. അപ്പം ഹെഡിങ് സ്വർഗത്തിലേക്കുള്ള ഒരു കത്ത് കൊടുത്തു. പിന്നെ സ്കൂളിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നാകുമെന്ന്. കത്ത് വായിച്ചു തീർത്ത ബാലുശ്ശേരി പനങ്ങാട് നോർത്ത് AUP സ്കൂളിലെ അധ്യാപകർക്ക് അതിനെങ്ങനെ മാർക്കിടണമെന്ന് അറിയില്ലായിരുന്നു. സത്യത്തിൽ ആ കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് സത്യത്തിൽ ആ ഒരു കത്ത് എഴുതിയത്. ഈ കത്ത് അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ അതിന് മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളത് അന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി AI-ൽ ആ അച്ഛൻ്റെ
ഫോട്ടോ വെച്ചിട്ട് ആ അച്ഛൻ കുട്ടിക്ക് മറുപടി ആയിട്ട് കൊടുക്കുന്ന അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കത്ത് വായിച്ചു പോണേ, നീ നന്നായി പഠിക്കണേ. കത്തിന് അച്ഛന്റെ മറുപടി കൂടി വന്നതോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ശ്രീനന്ദ. കത്തിൻ്റെ മറുപടി ആയിട്ട് പറഞ്ഞതുപോലെ തോന്നി, നല്ല സന്തോഷം തോന്നി. റെഡിക്കും കണ്ട പോലെയൊക്കെ തോന്നി. കത്ത് കേട്ട് റെഡിക്കും മറുപടിയൊക്കെ തന്നതിൻ്റെ വിട്ട് അങ്ങനെ ഒക്കെ പറഞ്ഞു. മാഷ് പറഞ്ഞതായിട്ട് തോന്നിയില്ല, അച്ഛൻ പറഞ്ഞതായിട്ടാണ് തോന്നിയത്. ശ്രീമോളോടൊപ്പം അച്ഛൻ എന്നും വഴികാട്ടിയായി ഒപ്പം ഉണ്ടാകുമെന്ന കുറിപ്പോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ബൈക്ക് അപകടത്തിലാണ് ശ്രീനന്ദയ്ക്ക് അച്ഛനെ നഷ്ടമായത്. ആ വിയോഗത്തിൽ നിന്നും ഇപ്പോഴും കരകയറാൻ അമ്മയ്ക്കും 2 പെൺമക്കൾക്കും ആയിട്ടില്ല. ക്യാമറാമാൻ മനോജ് പെരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. രാജ്യത്തെ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 37 വർഷം. 1988 ജൂലൈ 8-നാണ് നാടിനെ നടുക്കിയ ട്രെയിൻ ദുരന്തമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിൻ്റെ 10 കോച്ചുകൾ പെരുമൺ പാലത്തിൽ നിന്നും അഷ്ടമുടി കായലിലേക്ക് മറിയുകയായിരുന്നു. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിന്റെ എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട നിമിഷങ്ങൾക്കകം ബോഗികൾ അഷ്ടമുടി കായലിലേക്ക് പതിച്ചു. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ട്രെയിനിന്റെ 10 കോച്ചുകളാണ് കായലിലേക്ക് വീണത്. ദുരന്തത്തിൽ 105 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ദുരന്ത കാരണം അന്വേഷിക്കാൻ 2 കമ്മീഷനെ റെയിൽവേ നിയമിച്ചിരുന്നു. ആദ്യ റിപ്പോർട്ടിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകട കാരണം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൽ ആരോപിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോഴും ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്ത് 2 തെങ്ങ് അന്നേ ഉള്ളതാണ് ഈ ചുരുണ്ട് വളരുന്നത്. ആ തെങ്ങ് കണ്ടുകൊണ്ട് അന്നത്തെ കമ്മീഷൻ ചുഴലിക്കാറ്റാന്ന് പറഞ്ഞ് ടൊർണാഡോന്ന് പറഞ്ഞ് എഴുതി വിട്ടതൊക്കെ. അല്ല, അതിനകത്ത് സത്യാവസ്ഥ അനാസ്ഥ എന്നാണ്, റെയിൽവേക്കാർ അനാസ്ഥ തന്നെയാണ് ഉണ്ടായത്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. വണ്ടി പറഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ആകാംക്ഷയോടാണ് നമ്മൾ വന്ന് നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സഹോദരി, അതായത് എൻ്റെ ഒരു കൊച്ചച്ഛൻ്റെ മോള്, ഭർത്താവിൻ്റെ അനിയൻ, മോന, അവർ 3 പേരും നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെട്ടത് മേഴ്സിക്കുട്ടിയുടെ കല്യാണത്തിന് വന്നതാണ്. മേഴ്സിക്കുട്ടി അമ്മയുടെ കല്യാണമായിരുന്നു അന്ന് ആ കല്യാണത്തിന് വന്ന വരവാണ് അവർ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ദുഃഖം കൂടെ അറിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒന്നും വയ്യാതായ. യഥാർത്ഥ ദുരന്ത കാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു. ദുരന്ത സ്മാരകമായി നാട്ടുകാർ പാലത്തിന് സമീപം പെരുമണിലും പേഴുംതുരുത്തിലും ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു. പെരുമണിൽ പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചെങ്കിലും പെരുമൺ പേഴംതുരുത്ത് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെരുമണിലെ മണ്ഡപം പൊളിച്ചു നീക്കി. ദുരന്ത സ്മരണ പുതുക്കാൻ ചുരുക്കം ചിലർ എത്തുന്നതൊഴിച്ചാൽ പിന്നെ വാർത്തകളിലെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി പെരുമൺ ട്രെയിൻ ദുരന്തം മാറിക്കഴിഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. വിപണി വിലയിരുത്തലുമായി ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസിലെ സീനിയർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസം ചെറിയ നേട്ടമുണ്ടായിരുന്നു, അത് ഇന്നും തുടരുമോ? വരും ആഴ്ചയിൽ എങ്ങനെ അത് പ്രതിഫലിക്കും? ഇന്നലത്തേതിൽ നിന്നും നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ വിപണിയിൽ കാര്യമായ മാറ്റമുണ്ടാകാതെ വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു. ഒരേ നിലവാരത്തിൽ തന്നെ നിൽക്കുകയും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടാവാതെ വിപണി നല്ല തോതിൽ ക്രമപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ വിപണിയിൽ കണ്ടത്. അതോടൊപ്പം നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ സജീവമായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലേറ്റ നിക്ഷേപത്തിലായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കുറച്ച് ദിവസങ്ങളായി വിൽപ്പനയിലായിരുന്നെങ്കിൽ കൂടി ഇന്നലെ വീണ്ടും നിക്ഷേപത്തിലേക്ക് നീങ്ങിയത് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 25,500 എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം. ആ നിലവാരത്തിന് താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അത് മറികടന്ന് മുകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ചും ആഗോള സാഹചര്യങ്ങളും തികച്ചും തൃപ്തികരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാവും ആഭ്യന്തര തലത്തിൽ വിപണിയെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്ന പ്രധാന ഘടകം. അത് അടുത്ത ആഴ്ച മുതൽ വരികയും ചെയ്യും. IT മേഖലയുടെ പ്രവർത്തനം. യെസ്, താങ്ക് യു ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ. വാശിയേറിയ പോരാട്ടങ്ങൾക്കും അട്ടിമറികൾക്കും ഒടുവിൽ ക്ലബ്ബ് ലോകകപ്പ് കലാശക്കൊട്ടിലേക്ക്. ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൻ്റെ ആദ്യ സെമി ഫൈനലിൽ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ്
ചെൽസിയെ നേരിടും. ക്വാർട്ടറിൽ സൗദി ക്ലബ്ബ് അൽ ഹിലാലിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫിലിപ്പീൻസിൻ്റെ സെമി പ്രവേശം. ചെൽസി ഫിലിപ്പീൻസ് മത്സരം രാത്രി 12:30 മുതലാണ് നടക്കുക. വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ PSG റയൽ മാഡ്രിഡിനെ നേരിടും. ഇതോടുകൂടി വാർത്ത ഉടനെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.